ലേറ്റസ്റ്റ് കണക്കുകൾ പ്രകാരം ഏതാണ്ട് 2.3 ട്രില്യൺ ഇന്ത്യൻ റുപ്പീസാണ് 2025 മാത്രം പ്രവാസികൾ കേരളത്തിലേക്ക് അയച്ചത്. അതായത് 2,30,000 കോടി ഇന്ത്യൻ റുപ്പീസ്. കേരള ബജറ്റിൻ്റെ കേരള GDPയുടെ 35% കോൺട്രിബ്യൂഷൻ. പ്രവാസികൾ എത്ര കാലമായി നാട്ടിലേക്ക് കാശ് അയക്കുന്നു? ഇതൊക്കെ ഒഫീഷ്യൽ കണക്ക്, അല്ലാതെ സ്വർണമായും മറ്റും എത്ര കാശ് നാട്ടിലേക്ക് ഒഴുകുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പ്രവാസി ഒരു വീടെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ കല്ല് കൊത്തുന്നവനും കൊണ്ടുവരുന്നവനും ഇറക്കുന്നവനും കയറ്റുന്നവനും ചെത്തുന്നവനും കെട്ടുന്നവനും തേപ്പുകാരനും കാർപ്പൻ്റർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, പെയിൻറ്റർ, എൻജിനീയർ, ഹെൽപ്പർ, ഇങ്ങനെ എല്ലാവർക്കും വീതിച്ച് കിട്ടുകയാണ്. ഒരർത്ഥത്തിൽ മീൻകാരൻ മുതൽ ഡോക്ടർമാർ വരെ പ്രവാസിയുടെ കാശിൻ്റെ രുചി അറിയുന്നു. ടാക്സ് നോക്ക്. GST, ബിൽഡിംഗ് ടാക്സ്, ആഡംബര നികുതി, പഞ്ചായത്ത്, സ്റ്റേറ്റ്, കേന്ദ്രം എല്ലാവർക്കും ഇത് വീതിച്ചെത്തുന്നു. ഇതൊക്കെ ആയിട്ടും പ്രവാസിക്ക് ഒരു വിലയുമില്ല. കാലം എത്രയായി? 1970 കാലങ്ങളിൽ ഗൾഫ് ബൂമിന് മുമ്പ് കേരളം ഒരു പച്ച പട്ടിണി പാവം സ്റ്റേറ്റായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ രാജ്യത്തെ നമ്പർ 1. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവാസികളുടെ കഷ്ടപ്പാടിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിരഹത്തിൻ്റെയും ഒക്കെ ഒരുപാട് കഥകളുണ്ട്. അതാണ് കേരളത്തിൻ്റെ റിയൽ കേരള സ്റ്റോറി. സ്റ്റേറ്റാണ് നമ്മൾ. ഇതൊക്കെ ആരറിയാൻ? ഇന്ന് കേരളം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ വിചാരിക്കും ഇത് എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്? കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? SIR, കേരള പ്രവാസികൾ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ സ്വന്തം മക്കളെപ്പോലും SIRൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. കേരളത്തിലിപ്പം മെയിനായിട്ട് നടക്കുന്നത് വെറുപ്പിൻ്റെ വ്യാപാരമാണ്. വാങ്ങുന്നവരോടും വിൽക്കുന്നവരോടും കൊടുക്കുന്നവരോടും പ്രോത്സാഹിപ്പിക്കുന്നവരോടും നോക്കി നിൽക്കുന്നവരോടുമൊക്കെ നമുക്ക് പറയാനുള്ളത്, നമ്മൾക്ക് പോകാൻ ഏതാണ്ട് സമയമായി. നിങ്ങൾ അടുത്ത ജനറേഷനെയും കുഞ്ഞുമക്കളെയും ഒക്കെ ഒരു കലാപഭൂമിയിലേക്ക് വിട്ടേച്ച് പോകരുത്. ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ്, കമൻറ്റ് ഇറ്റ്. നമ്മളെ പൊതുജനങ്ങളും ജൻസിയും ഗവൺമെൻറ്റുമൊക്കെ ഇതൊക്കെ ഒന്നും കൂടി കേൾക്കട്ടെ, അറിയട്ടെ. SIRലുള്ള കൺഫ്യൂഷനുകൾ തീർക്കാൻ പറ്റുമെങ്കിൽ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ ചേർന്നാൽ നമുക്കത് പരസ്പരം ഡിസ്കസ് ചെയ്യാൻ പറ്റും. Thanks for your time. All the best.